ഇവർ അധികാരത്തിലിരുന്നത് 120 മാസമാണ്, 10 വർഷം. 120ാമത്തെ മാസം പ്രഖ്യാപിച്ചൊരു പരിപാടിയാണ് സാർ. ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ടെന്ന് പറയുന്നത്. സാറെ, പ്രകടന പത്രികയിലുള്ള കാര്യം തുടങ്ങുമ്പോഴാണോ അവതരിപ്പിക്കുന്നത്, പോകുന്ന പോക്കിനാണോ അവതരിപ്പിക്കുന്നത്, നടപ്പാക്കുന്നത്? അല്ല, നിങ്ങൾ 2500 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് അത് പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്തി അധികാരത്തിൽ വന്നത്. എന്നിട്ട് 4.25 കൊല്ലക്കാലം 1 രൂപ കൂട്ടിക്കൊടുത്തില്ല. പഞ്ചായത്ത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഒരു 400 രൂപ കൂട്ടി 2000 ആക്കി. പോണപോക്കിന് അങ്ങനെയാണോ പ്രകടന പത്രിക നടപ്പാക്കുന്നത്? ഞങ്ങൾ പ്രകടന പത്രികയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒന്നും പറയില്ല. ഞങ്ങൾ ആദ്യത്തെ മാസത്തിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഞങ്ങൾ നടപ്പിലാക്കി. ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനിച്ച് 1 മാസത്തിനുള്ളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കി. ഞങ്ങള് ഇവിടെ സ്ത്രീകളോട്, ഇത് ശരിയല്ല, അത് നിങ്ങൾ ഇപ്പുറത്ത് 99 പേര് ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് നിന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവായിരിക്കും. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല, 101 പേര് കൂടിയിട്ടാ. അപ്പൊ ഞാൻ ശരിക്കും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഒരു ബഹളം ഉണ്ടാക്കിയാലും ഞാൻ മാറില്ല. നിങ്ങൾ സ്ത്രീകളോട് സ്നേഹം. ഈ ആശാ വർക്കർമാര് ആ തെരുവില് സമരം ചെയ്തില്ലേ എത്ര മാസക്കാലം? നിങ്ങൾ തലമുണ്ടനം ചെയ്തില്ലേ സ്ത്രീകൾ? നിങ്ങൾ അവർക്ക് സഹായിച്ചില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അവരെ കളിയാക്കി, പരിഹസിച്ചു, പാട്ടവർക്കികളെന്ന് പറഞ്ഞു, എന്തെല്ലാം മോശമായ വാക്കുകൾ ഉപയോഗിച്ചു. സാർ, ഞങ്ങൾ എന്താ ചെയ്തത്? ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അവർക്ക് 3000 രൂപ ഞങ്ങൾ കൂട്ടിക്കൊടുത്തു. സാർ അത് മാത്രമല്ലല്ലോ, അംഗൻവാടി തൊഴിലാളികൾക്ക് സ്ത്രീകളാണല്ലോ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ അവർക്ക് എല്ലാവർക്കും ആദ്യത്തെ ക്യാബിനറ്റിൽ തുക വർദ്ധിപ്പിച്ച് നൽകി. മനസ്സിലായ? ഞങ്ങളാണ് സ്ത്രീപക്ഷം, നിങ്ങളല്ല, നിങ്ങളായിരുന്നില്ല. നിങ്ങൾ സ്ത്രീ വിരുദ്ധ പക്ഷ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗം ആ സ്ത്രീപക്ഷത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ, അല്ലെങ്കിൽ ഇതിന് മറുപടി പറയേണ്ടതല്ല. സാർ പ്ലീസ്, ഞാൻ പറയട്ടെ, ഇരിക്കും സാർ. പിന്നെ നിങ്ങൾ പോകുന്ന പോക്കിൽ ഈ പെൻഷൻ കൊടുത്തതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു പേ കമ്മീഷൻ. നിങ്ങൾ പറഞ്ഞല്ലോ സാമ്പത്തികമായ ബാധ്യതകളെ കുറിച്ചാണല്ലോ പറഞ്ഞത്, വൈറ്റ് പേപ്പറിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. സാർ, പേ കമ്മീഷൻ എല്ലാ ഗവൺമെന്റും അതാത് സമയത്ത് നേരത്തെ പേ കമ്മീഷൻ പ്രഖ്യാപിച്ച് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ പേ കമ്മീഷന്റെ ശുപാർശകൾ ഇംപ്ലിമെന്റ് ചെയ്യും. നിങ്ങളല്ല, വൈറ്റ് പേപ്പറിനെ കുറിച്ചാണ് പറഞ്ഞത്. വൈറ്റ് പേപ്പർ നിങ്ങൾ പോണ പോക്കിൽ നിങ്ങൾ പേ കമ്മീഷൻ പ്രഖ്യാപിച്ചു, അതിന്റെ കാലാവധി ഈ സർക്കാരിന്റെ കാലത്ത് തീരും. നിങ്ങൾ കൊടുത്തോ? നിങ്ങൾ എത്രയോ വർഷക്കാലം DAയും DR-ഉം നിങ്ങൾ തടഞ്ഞു വെച്ചു. ലീവ് സറണ്ടർ നിങ്ങൾ തടഞ്ഞു വെച്ചു. എന്നിട്ട് പോകുന്ന പോക്കിൽ അത് കൊടുക്കാൻ പ്രഖ്യാപിച്ചു. കൊടുക്കേണ്ടതെല്ലാം ഞങ്ങളാണ്. നിങ്ങൾ ചെയ്യാതിരുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടത് ഞങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, പെൻഷൻ നിങ്ങൾ കൊടുത്തു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു. പക്ഷെ പെൻഷൻ ഫണ്ട് കടമെടുത്തിരിക്കുകയാണ്. എത്രയാ കടം? 17,000 കോടി രൂപ കടമെടുത്തിരിക്കുക. 16 മാസത്തെ പെൻഷനാണ്. നിങ്ങൾ കൊടുത്ത 16 മാസത്തെ പെൻഷന്റെ ബാധ്യത ഈ സർക്കാരിന്റെ തലയിലാണ്. ഞങ്ങളത് കൊടുത്തു തീർക്കണം. അങ്ങനെയല്ല. നിങ്ങൾ 2016 ഉമ്മൻചാണ്ടി പോയപ്പോൾ 3 മാസത്തെ പെൻഷന്റെ കുറവാണ് ഉണ്ടായിരുന്നത്. ഐസക്കിന്റെ വൈറ്റ് പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. സാർ, ഈ പദ്ധതി ഇത് കൃത്യമായിട്ടല്ല നടപ്പാക്കിയിരിക്കുന്നത്. ഇത് ധൃതി പിടിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് തട്ടിക്കൂട്ടിയ ഒരു പദ്ധതിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വന്ന അന്നാണ് ഫെബ്രുവരിയിലെയും മാർച്ചിലെയും ഏപ്രിൽ മാസത്തെയും പെൻഷൻ നിങ്ങൾ കൊടുക്കുന്നത്. കൊടുത്തു പോണ പോക്കിന്. മനസ്സിലായ? പിന്നെ പറയും ഏതോ സമിതി തെരഞ്ഞെടുത്തെന്ന്. ഞങ്ങളൊക്കെ MLA-മാരായിരുന്ന ആളുകളാ, ഒരു സമിതി ഉണ്ടായിരുന്നില്ല. തോന്നിയവർക്ക് നിങ്ങൾ കൊടുത്താ. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ഞങ്ങളൊക്കെ MLA-മാരായിരുന്നല്ലോ. ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ഏത് സമിതിയാണ്, ഏത് പഞ്ചായത്തിൽ ഏത് സമിതിയാണ് നിലവിലിരുന്നത്? ഒരു സമിതിയില്ല. അന്ന് വേണ്ടപ്പെട്ടവർക്കെല്ലാം നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയും നിങ്ങളുടെ ഏരിയ കമ്മിറ്റിയും കൂടി കൊടുത്താണിത്.
അതൊന്നും വളരെ കൃത്യമായിട്ട് പറയാം. അതൊന്നും പരിശോധിക്കാതെ പ്രശോധിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് പറയാം. പരിശോധിച്ചിട്ട് അതിന്റെ തെറ്റുകളെല്ലാം ഉറപ്പാക്കിയിട്ടേ ഞങ്ങളത് ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ? നോക്കി അതിന്റെ തെറ്റുകളാണ് അത് ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്കും ഒരു കോർപ്പറേഷൻ സെക്രട്ടറിക്കും മുനിസിപ്പൽ സെക്രട്ടറിക്കും വരുന്ന ആപ്ലിക്കേഷൻ മുഴുവൻ എങ്ങനെ പരിശോധിക്കുന്നത്? ഏത് ഡാറ്റയുടെ ഏതായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഒന്നും ഒരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും നടത്താതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തെ സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി നടത്തിയാണ്. 120 മാസം ഭരിച്ചിട്ട് സ്ത്രീകളോട് സ്നേഹം വന്നത് അവസാന സമയത്ത് ആ ഇലക്ഷൻ വരുമ്പോൾ. അതെന്താ കാര്യം? ലോക്കൽ ബോഡി ഇലക്ഷനിൽ നല്ല കനത്ത തിരിച്ചടി കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. മനസ്സിലായല്ലോ? കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോഴാണ് കൊടുത്തത്. മാർച്ച് 16-ാം തീയതി കൊടുത്ത കേസാണ്. അതുകൊണ്ട് ഇത് പരിശോധിച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല.